കരിപ്പൂർ ഹജ്ജ് വിമാന നിരക്കിൽ പ്രതിഷേധം കനക്കുന്നു. പരാതി പ്രവാഹത്തിലും നടപടിയെടുക്കാതെ കേന്ദ്രം. തടവുകാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ദുബായ് പോലീസ്. തടവുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി ചെലവിട്ടത് 2.6 കോടി ദിർഹം. ബസ് ഡ്രൈവർമാർക്ക് യൂണിഫോം നിർബന്ധമാക്കി സൗദി. സ്കൂൾ ബസ്സുകളടക്കം നിയമത്തിന് കീഴിൽ. ഏപ്രിൽ 27 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ. നമസ്കാരം. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് മാത്രം ചെലവിടേണ്ടത് ഒരാൾക്ക് 1,60,000 രൂപയിലേറെ. ഹജ്ജ് യാത്ര ചെയ്യുന്ന പലരും 70 വയസ്സ് കഴിഞ്ഞതായതിനാൽ ഒരു സഹായി കൂടി ആവശ്യമായതിനാൽ ചെലവ് ഒറ്റയടിക്ക് 3 ലക്ഷത്തിന് മുകളിലാകും. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെടുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിന്റെ ഹജ്ജ് തീർത്ഥാടനം എങ്ങനെ പ്രതിസന്ധിയിലാകാതിരിക്കും? പലതവണ പരാതികൾ ഉയർന്നു. പ്രതിഷേധങ്ങൾ ഇപ്പോഴും കനക്കുന്നു. എന്നിട്ടും നടപടിയില്ലാതെ, മറുപടിയില്ലാതെ, ഇടപെടാതെ, പരിഹാരമില്ലാതെ കേന്ദ്രം. ഹജ്ജ് യാത്രയ്ക്ക് ഇരുട്ടടിയോ? ഗൾഫ് 18 പരിശോധിക്കുന്നു. സ്വാഗതം. KMCC ഭാരവാഹി കാദർകുട്ടി നടുവണ്ണൂർ, മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ KM ബഷീർ, ഒപ്പം സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ എന്നിവർ ചേരുന്നു ഈ ചർച്ചയിൽ. ആദ്യം ശ്രീ KM ബഷീർ, എത്രത്തോളം രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലബാറിലെ തീർത്ഥാടകരെ സംബന്ധിച്ചോളം മുന്നിൽ വന്ന് നിൽക്കുന്നത്? ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന രീതിയിലേക്ക് യാത്രാ നിരക്ക് വർധന ഉണ്ടാവുകയായിരുന്നു. ശ്രീ KM ബഷീർ, കേൾക്കാമോ? ശ്രീ KM ബഷീർ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് മലബാറിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനം എത്തി വന്നിരിക്കുന്നു? ഈ രീതിയിലുള്ള ഒരു വളരെ ഉയർന്ന ഒരു യാത്രാ നിരക്ക് വർധനവിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? ഇത് വളരെ വർഷങ്ങളോളം, അതായത് ചില സ്വകാര്യ വിമാനത്താവളങ്ങൾ കേരളത്തിൽ സജീവമായതിനു ശേഷം ഉള്ള വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ ഇരയായി കരിപ്പൂരിനെ മാറ്റുകയാണ്. 2020 കരിപ്പൂരിൽ ഒരു ചെറിയ വിമാനം തകർന്നപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തി. ഇത് മുമ്പേ MDF ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകളെല്ലാം വിശദമായി ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ചില മാധ്യമങ്ങളിലും ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. മാധ്യമത്തിൽ ഇന്നലെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പല പത്രങ്ങളിലും അത് റിപ്പോർട്ടുകളായി വന്നു. കണ്ണൂരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു IAS-കാരനും ഒരു റിട്ടയർഡ് വ്യോമയാന പൈലറ്റും, അവരുടെ പേരുകൾ നമ്മുടെ മുമ്പേ വെളിപ്പെടുത്തിയതാണ്. അവരുടെ നേതൃത്വത്തിൽ വ്യാപകമായ കരിപ്പൂർ വിരുദ്ധ ക്യാമ്പയിൻ നടത്തി തെറ്റിദ്ധരിപ്പിക്കുന്ന കത്തുകൾ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അയച്ചു, DGCA അയച്ചു, എയർപോർട്ട് അതോറിറ്റിക്ക് അയച്ചു. അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ ഭരത് ഭൂഷന്റെയും ശരത് ചന്ദ്രന്റെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഇമെയിലുകളിൽ ഉദ്യോഗസ്ഥന്മാർ വീണുപോയി എന്നുള്ളതാണ് ദുഃഖകരം. വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണയിൽ പെടാൻ പാടില്ല. കാരണം ഒരു ചെറിയ വിമാനം തകർന്നപ്പോൾ വൈഡ് ബോഡി വിമാനം അനധികൃതമായി, അനാവശ്യമായി, ഒരു സയന്റിഫിക്കൽ ടച്ചുമില്ലാതെ സസ്പെൻഡ് ചെയ്തു. അതാണ് ഇന്ന് കരിപ്പൂർ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. ഹജ്ജിന് കണ്ണൂരിൽ നിന്ന് സൗദി എയറിന്റെ 330-300 എന്ന കോഡ് ഈ വിമാനമാണ് ടെൻഡറിൽ അപ്രൂവ് ആയത്. അവിടെ 400 യാത്രക്കാരെ കൊണ്ടുപോകാൻ പറ്റിയ വിമാനം കണ്ണൂരിലുള്ളപ്പോൾ കരിപ്പൂരിൽ 185 യാത്രക്കാരെ കയറ്റാവുന്ന കോഡ് C ഇനത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ള വ്യതിയാനമാണ് ഇത്രയും വലിയ ഭീമമായ സംഖ്യ. ഏതാണ്ട് 75,000 രൂപയോളം ഓരോ ഹാജിമാരും ഓരോ യാത്രക്കാരനും നൽകേണ്ടി വരുന്ന ഒരു ദുരന്തം കരിപ്പൂരിനെ നേരിടുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ വളരെ വ്യക്തമായി എല്ലാ നേതാക്കന്മാർക്കും അറിയാം, MP-മാർക്കറിയാം, നാട്ടിലെ പൊതുപ്രവർത്തകർക്കറിയാം. കരിപ്പൂരിൽ വലിയ വിമാനം നിർത്തുമ്പോൾ നെടുമ്പാശ്ശേരിയുടെ ലാഭവിഹിതം 35% ഒറ്റയടിക്ക് മുന്നോട്ട് വർദ്ധിക്കുന്നത്. അതുപോലെ കരിപ്പൂരിന്റെ തകർച്ച നോക്കി ലാഭം കൊയ്യാൻ കണ്ണൂർ വലിയ ഗൂഢാലോചന നടത്തുന്നു. കണ്ണൂരാണ് കരിപ്പൂരിൽ വൈറ്റ് ബോഡി
വിമാനം നിർത്താനുള്ള ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തിയത് ഒരു റിട്ടയർഡ് IAS കാരനും റിട്ടയർഡ് പൈലറ്റും അവരുടെ നേതൃത്വത്തിൽ നിരന്തര ക്യാമ്പയിൻ നടത്തി, കരിപ്പൂർ വിരുദ്ധ ക്യാമ്പയിൻ. ഇപ്പോഴെന്തുണ്ടായി? അവരുടെ കറുത്ത കരം താൽക്കാലികമായി വിജയം വരിച്ചിരിക്കുന്നു. എനിക്കൊന്ന് പറയാനുള്ളത്, എത്ര ഗൂഢാലോചന നടത്തിയാലും എത്ര കരിപ്പൂരിനെ തകർക്കാൻ ലഭിച്ചാലും കണ്ണൂർ വിമാനത്താവളം ഇന്ന് നേരിടുന്ന 1500 കോടിയുടെ നഷ്ടം ഏത് കാലത്താണ് അവർക്ക് നികത്താൻ പോകുക? കരിപ്പൂർ ഇന്ന് വളരെ ലാഭത്തിൽ തന്നെയാണ്. ഈ ഹജ്ജിന്റെ പ്രതിസന്ധി നമ്മൾ മറികടക്കും. കരിപ്പൂരിൽ വൈറ്റ് ബോഡി വിമാനം ഉടനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ ശ്രീ കെ എം ബഷീർ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള നിരക്കിനേക്കാളും ഇത്രയും വലിയ വ്യത്യാസം അത് എന്തുകൊണ്ട് കരിപ്പൂരിൽ സംഭവിക്കുന്നു? സാധാരണ ഇപ്പോൾ ഇത്രയും ഹജ്ജ് സമയങ്ങളിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു നിരക്ക് വ്യത്യാസം ഈ 3 വിമാനത്താവളങ്ങളിലെ ടിക്കറ്റ് നിരക്കിലുണ്ടോ? അതെന്തുകൊണ്ടാണ്? അതെങ്ങനെയാണ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്? അതായത് വൈറ്റ് ബോഡി വിമാനത്തിൽ ഏതാണ്ട് 400 യാത്രക്കാരെ ഒരൊറ്റ ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമ്പോൾ കരിപ്പൂരിലേക്ക് അനുവദിച്ച കോഡ് സിയിൽപ്പെട്ട ചെറിയ വിമാനത്തിലെ 155 യാത്രക്കാരാണ് കൊണ്ടുപോകാൻ പറ്റുക. അതും ചിലപ്പോൾ ലഗേജിന് ലോഡ് പെനാൽറ്റി അഥവാ ലോഡ് ഭാര നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. യാത്രക്കാരന്റെ ഫുൾ ബഗേജ് ഒറ്റടിക്ക് തന്നെ കയറ്റി കൊണ്ടുപോകാൻ പറ്റൂല. അത് പല ദിവസങ്ങളിലായി ആയിരിക്കും ജിദ്ദ എയർപോർട്ടിലേക്ക് അയക്കുക. അപ്പോ വളരെ തന്ത്രപൂർവ്വം ഉയർന്ന ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള അപ്പോ നിരക്ക് ഈ രീതിയിലാണോ വരുന്നത്? ഞാൻ ചോദിച്ചാൽ ആ നിരക്ക് വ്യത്യാസം എങ്ങനെയാണ്? കണ്ണൂർ കൊച്ചിയും കരിപ്പൂരും തമ്മിലുള്ള നിരക്ക് വ്യത്യാസം ഏത് തരത്തിലാണ്? കണ്ണൂരിൽ നിന്ന് പോകുന്ന കോടി ഈ വിമാനത്തിൽ 400 യാത്രക്കാരെ ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. ഏതാണ്ട് വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ വലിയ വ്യത്യാസം വരുന്നില്ല. അത്രയും കണ്ണൂരിൽ നിന്ന് പോകുന്ന വൈറ്റ് ബോഡി വിമാനത്തിൽ 400 ആളുകളെ കൊണ്ടുപോകുമ്പോൾ കരിപ്പൂരിൽ നിന്ന് 2 വിമാനങ്ങളിൽ അത്ര 400 ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഏതാണ്ട് 350ഓളം യാത്രക്കാരെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. വിമാനത്താവളങ്ങളിലുള്ള പാർക്കിംഗ് ചാർജുകൾ, മറ്റു ഫെസിലിറ്റികൾ, മറ്റു ഗവൺമെന്റ് ഫീസുകളെല്ലാം കൂടി നോക്കുമ്പോൾ വിമാനത്തിന്റെ ചെലവ് എല്ലാം നോക്കുമ്പോൾ അത് ഇരട്ടിയിലധികം ആവുന്നു വിമാന കമ്പനിക്ക്. അതുകൊണ്ട് തന്നെയാണ് സൗദി എയർ ടെൻഡറിൽ പങ്കെടുക്കാതെ നിന്നത്. എയർ ഇന്ത്യ മാത്രം ടെൻഡറിൽ കൊടുത്തു. വേണമെങ്കിൽ എയർ ഇന്ത്യക്ക് ഒരു മിതത്വം പാലിക്കാമായിരുന്നു. അതായത് ടിക്കറ്റ് നിരക്ക് കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും 75,000 രൂപ വരെ, കോഴിക്കോട് നിന്ന് 1.6 ലക്ഷം, അതായത് ഇരട്ടിയിലേറെ, അങ്ങനെ തന്നെയാണോ വരുന്നത്? ഏതാണ്ട് 75,000-ഓളം രൂപ അധികം. കഴിഞ്ഞ തവണ കണ്ണൂരിലും കരിപ്പൂരിലും കോഡ് സിയിൽപ്പെട്ട ചെറിയ വിമാനം ഉപയോഗിച്ചപ്പോൾ 1,200ഓളം രൂപ കരിപ്പൂരിൽ ചാർജ് കുറവായിരുന്നു. ഈ തവണ ആ കോഡ് ഇയും സിയും തമ്മിലുള്ള വ്യതിയാനമാണ് ഇത്രയും ഭീമമായ ബാധ്യത ഹജ്ജാജിമാരിൽ ഉണ്ടായത്. ഇത് പരിഹരിക്കാൻ എളുപ്പമാർഗമാണ്. കരിപ്പൂരിൽ എന്തിനാണ് വൈറ്റ് ബോഡി തടഞ്ഞു വെച്ചത്? എളുപ്പത്തിൽ വൈറ്റ് ബോഡി റീഇൻസ്റ്റേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഗവൺമെന്റിന് തലപുകയേണ്ട, ആരും വിഷമിക്കേണ്ട. കരിപ്പൂരിൽ വലിയ വിമാനം ഇറങ്ങുന്നതിൽ യാതൊരുവിധ സാങ്കേതിക തടസ്സവുമില്ല. 2002 മുതൽ 10-18 വർഷക്കാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജംബോ വിമാനം 747-400 സർവീസ് നടത്തിയിട്ട് ഒരു ഇലക്കോ മുള്ളിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരു പൈലറ്റിന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട്, ഒരു പൈലറ്റിന്റെ കൈപ്പിഴവ് കൊണ്ട്, പൈലറ്റിന്റെ അനാവശ്യമായ ഇടപെടൽ കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു കൊച്ചി വിമാനം തകർന്നതിന് എന്തിനാണ് സൗദി എയറിന്റെ വിമാനം സസ്പെൻഡ് ചെയ്തത്? അതിന്റെ പിന്നിൽ വ്യാപകമായി കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചു. കരിപ്പൂരിൽ എങ്ങനെയെങ്കിലും തകർന്നിട്ട് നമുക്ക് പണമുണ്ടാക്കണമെന്ന കണ്ണൂരിന്റെ മോഹം, അതാണ് ആ ഗൂഢാലോചന. ഇപ്പോൾ താൽക്കാലികമായി വിജയിച്ചെങ്കിലും ശക്തമായ തിരിച്ചടി തീർച്ചയായും ഉണ്ടാവും. ഞങ്ങൾ കരിപ്പൂരിന് വേണ്ടി അഹോരാത്രം ശക്തമായി പ്രവർത്തിക്കുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട MP പ്രിയങ്കരനായ അബ്ദുൾ സമദ് സമദാനിയോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പാർലമെന്റിന് മുമ്പിൽ ശക്തമായ ഒരു നിരാഹാര സമരം അദ്ദേഹത്തിന്റെ ഞാൻ ആ പ്രതിഷേധത്തിന്റെ ഇതിലേക്ക് വരാം. ഞാൻ തിരികെ എത്താം. ശ്രീ കെ എം ബഷീർ, പ്രതിഷേധം ശക്തമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. ശ്രീ കെ എം ബഷീർ, ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. ഖാദർകുട്ടി നടുവണ്ണൂർ, മലബാറിൽ നിന്നുള്ള പ്രവാസികളെ ഇത് ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്? പ്രവാസികളുടെ കുടുംബങ്ങളിലുള്ളവർ തന്നെ ഹജ്ജ് തീർത്ഥാടനത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടിയായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ളവർ മലബാർ തന്നെ മുഴുവൻ പ്രതിനിധീകരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് പ്രവാസികൾ നോക്കിക്കാണുന്നത് ഈ വിഷയം? അപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ, പറഞ്ഞോളൂ.
സാധാരണ രീതിയിൽ പ്രവാസികളുടെ കുടുംബങ്ങളിലുള്ളവർ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമാനയാത്രാ നിരക്ക് വർധന ഉണ്ടാകുന്നത് പ്രവാസികളെ പോലും ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണല്ലോ. അതെങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നു? പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള പ്രവാസികളുടെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയം കൂടിയായി മാറുന്നത് കൊണ്ടാണ് ചോദിച്ചത്. തീർച്ചയായും ഇപ്പോൾ ഈ ഹജ്ജ് വിമാന കൂലിയുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഹജ്ജ് യാത്രികർക്ക് വേണ്ടിയുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു വിമാനത്താവളവും കേരളത്തിലെ ഏറ്റവും ശക്തമായ രീതിയിൽ വളരെ സുസംഘടിതമായി ഒരു ഹജ്ജ് ഹൗസ് ഉൾപ്പെടെയുള്ള ഹജ്ജിന്റെ എംബാർക്കേഷൻ പോയിന്റായി നിശ്ചയിച്ചിട്ടുള്ള പൊതുമേഖലയിലുള്ള ഒരു വിമാനത്താവളമാണ് കാലിക്കറ്റ് എയർപോർട്ട്. യഥാർത്ഥത്തിൽ ആ കാലിക്കറ്റ് എയർപോർട്ടിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ലോബിയിങ്ങിലൂടെ കാലിക്കറ്റ് എയർപോർട്ടിനെ ഇല്ലാതാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഹജ്ജ് യാത്രികർ ഏതാണ്ട് 11,000-ഓളം ഹജ്ജ് യാത്രികരായിരുന്നു കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. അതിൽ 7,000-ഓളം ആളുകൾ ആശ്രയിച്ചത് കാലിക്കറ്റ് എയർപോർട്ടായിരുന്നു. അപ്പൊ തീർച്ചയായും ഈ രീതിയിൽ വലിയ ഭാരിച്ച സംഖ്യ അവർക്ക് നൽകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അവർ മറ്റു വിമാനത്താവളങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വരും വർഷങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ കാലിക്കറ്റ് എയർപോർട്ടിനുണ്ടായിരുന്ന പ്രാധാന്യത്തെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിലുള്ള വാദമുഖങ്ങളാണ് ഉയർന്നു വരിക. ഇപ്പോ കാലിക്കറ്റ് എയർപോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് 70% യാത്രക്കാർ ഹജ്ജാജിമാർ ഉപയോഗിച്ചത് കാലിക്കറ്റ് എയർപോർട്ടാണ്. പക്ഷെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ 2024 ഹജ്ജ് സീസൺ കഴിയുന്നതോടുകൂടി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയും. കാരണം ഇരട്ടി സംഖ്യ നൽകിയിട്ട് യാത്ര തിരിക്കാൻ ആളുകൾ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലബാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹാജിമാർ സ്വാഭാവികമായും യാത്രികരായിട്ടുണ്ടാവുക. അങ്ങനെയാവുമ്പോ തീർച്ചയായും മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനൊരു മാനുഷിക മുഖം കൂടിയുണ്ട്. ജീവിതത്തിന്റെ സായം സന്ധ്യയിലാണ് അധിക ആളുകളും ഹാജിമാരും ഈ ഹജ്ജിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. ഏതാണ്ട് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളാണ് ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുന്നത്. അങ്ങനെയാവുമ്പോ ഈ വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ടുള്ള ആളുകൾ അവർക്ക് ദീർഘമായ യാത്ര മാത്രമല്ല, ഒരു സൗദിയിലേക്കുള്ള യാത്രയാണെങ്കിലും അതിന്റെ തൊട്ട് തലേ ദിവസം തന്നെ അവർ വീട് വിട്ടിറങ്ങുകയും ഹജ്ജ് ക്യാമ്പുകളിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പൊ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര എന്ന് പറയുന്നത് വലിയ ഒരു ബേർഡനായി മാറുകയും അത് മലബാറിലെ യാത്രക്കാർ മറ്റു പ്രദേശങ്ങളിലേക്ക്, കൊച്ചിയിലേക്കും അതുപോലെ തന്നെ ഉള്ള പ്രദേശങ്ങളിലേക്കും പോവേണ്ടി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യാത്രയുടെ വിഷയത്തിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ നിരന്തരമായ പ്രവർത്തന നൈരന്തര്യം കൊണ്ട് കർമ്മനിരതമാവുന്ന ദിവസങ്ങളിലേക്കാണ് ഈ ഹജ്ജാജിമാർ യാത്ര ചെയ്യുന്നത്. അവിടെ എത്തിയത് മുതൽ തന്നെ ഏതാണ്ട് കേരളത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർക്കൊക്കെ അവരുടെ വിമാനങ്ങൾ ലഭിക്കുക ഹജ്ജിന്റെ ഒരാഴ്ച മുമ്പായിരിക്കും അവർക്ക് വിമാനത്തിന്റെ ഷെഡ്യൂൾ ലഭിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഉംറയിലേക്കും അതുപോലെ കർമ്മനിരതമായ ദിവസങ്ങളിലേക്കാണ് ഈ വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടും ഒപ്പം ഈ യാത്രയുടെ വലിയ ബേർഡനും ഉണ്ടാവുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇതിന് ഒരു പരിഹാരമുള്ളത്, ഈ വിഷയത്തിന് പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുക ആഗോള ടെൻഡർ വിളിക്കുകയും വ്യത്യസ്തങ്ങളായ വിമാന കമ്പനികൾ നമ്മുടെ കരിപ്പൂരിലേക്ക് കടന്നു വരികയും കരിപ്പൂരിലെ വൈറ്റ് ബോഡി വിമാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ അത് ശാസ്ത്രീയമായ ഏതെങ്കിലും ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, ഏതെങ്കിലും ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാന്യനായ ബഷീർ സൂചിപ്പിച്ചതുപോലെ ഒരു വിമാന അപകടം, ആ വിമാന അപകടത്തിന്റെ മൂല കാരണം എന്ത് എന്നുള്ളത് കണ്ടെത്തി അപ്പോഴും ആ അപകടത്തിന് ശേഷം ഇവിടെയുള്ള UAE-യിൽ നിന്നുള്ള എമിറേറ്റ്സ് പോലെയുള്ള വിമാന കമ്പനികൾ കരിപ്പൂരിലേക്ക് സർവീസ് നടത്താൻ തയ്യാറായിട്ടും അവർക്ക് അവസരം കൊടുക്കാത്ത ഒരു സാഹചര്യം. ഇപ്പോ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മൊണോപ്പൊളിയാണ്. ആ മൊണോപ്പൊളി അവസാനിപ്പിക്കുകയും ആഗോള ടെൻഡർ വിളിക്കുകയും മറ്റു വിമാന കമ്പനികൾക്ക് കരിപ്പൂരിലേക്ക് പറന്നു വരാനും
അവിടെ നിന്ന് ഹജ്ജാജിമാരെയും കൊണ്ട് യാത്ര തിരിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് ഏക പരിഹാരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹലോ, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീ ഖാദർകുട്ടി നടുവണ്ണൂർ, ശ്രീ കെ എം ബഷീർ, ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം, റീടെൻഡർ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി അബ്ദുറഹ്മാൻ കത്തയച്ചിരിക്കുന്നു എന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ പ്രശ്നത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടു, വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കരിപ്പൂരിന് വേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം പല ഇടപെടലുകളും നടത്തി, ഭൂമി ഏറ്റെടുക്കലുമെല്ലാമായി സജീവമായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നു. കേന്ദ്ര സർക്കാരിനോട് ശക്തമായി തന്നെ ബിഹാഫ് ഓഫ് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ളക്കുട്ടിയുമായി വളരെ ദീർഘനേരം ഫോണിലൂടെ സംസാരിച്ചു. അദ്ദേഹം വിശദീകരിക്കുന്നത് ആഗോള ടെൻഡറാണ്, സൗദി എയർ കരിപ്പൂരിന് വേണ്ടി കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, സൗദി എയർ വൈറ്റ് ബോഡി കരിപ്പൂരിന് എങ്ങനെ കൊടുക്കും? ആദ്യമായി അനാവശ്യമായി തടഞ്ഞു വെച്ച വൈറ്റ് ബോഡി കരിപ്പൂരിൽ പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ നടപടി എടുക്കൂ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സജീവമായ പരിഗണന വരും, എന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ അല്ല, ഞാൻ അതൊന്നും ഇടപെട്ട് ചോദിക്കുന്നത്, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഏകദേശം നാട്ടുകാരെ പരിഹസിക്കുന്ന ഒരു നിലപാടൊക്കെ തന്നെയായിരുന്നല്ലോ മാധ്യമങ്ങളിലൊക്കെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടായി എന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? കേന്ദ്ര ഗവൺമെന്റ് വൈറ്റ് ബോഡി റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ 10 മിനിറ്റ് മതി. വ്യോമയാന വകുപ്പ് മന്ത്രിക്ക് എല്ലാ ഡോക്യുമെന്റ്സും ഡാറ്റാസും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ കരിപ്പൂരിൽ വൈറ്റ് ബോഡി വിമാനം ഇറങ്ങണോ ഇറങ്ങേണ്ടത് തീരുമാനിക്കേണ്ടത് ആധികാരികമായി വ്യോമയാന വകുപ്പാണെങ്കിലും അതിന് തീരുമാനമെടുക്കേണ്ടത് വിമാന കമ്പനികളാണ്. വ്യോമയാന വകുപ്പ് മന്ത്രിയെക്കാളും വ്യോമയാന വകുപ്പിനേക്കാളും DGCA ഡയറക്ടർ ജനറലിനേക്കാളും ഏറ്റവും കൂടുതൽ ഉത്ബുദ്ധരായ എഞ്ചിനീയർമാർ, ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനി എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, സൗദി എയർലൈൻസ്, എയർ ഇന്ത്യ, ഇവരെല്ലാം കൂടി കരിപ്പൂരിൽ വൈറ്റ് ബോഡിക്ക് 100% ഫിറ്റാണെന്ന് തെളിയിച്ച രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതാണ്ട് 10-20 വർഷം മുമ്പ് എമിറേറ്റ്സിന്റെ ചീഫ് എഞ്ചിനീയർ, ടെക്നിക്കൽ എഞ്ചിനീയർ തന്നെ നൽകിയ സർട്ടിഫൈഡ് കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ബോയിങ് വിമാനം ഉണ്ടാക്കുന്ന ബോയിങ് കമ്പനിയുടെ ടെക്നിക്കൽ ഡാറ്റാ മാനേജർ, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ടെക്നിക്കൽ ഡാറ്റാ മാനേജർ സെബാസ്റ്റ്യൻ ലെവീന സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കരിപ്പൂരിലെ ഫിറ്റ് 100% വൈറ്റ് ബോഡിക്ക് ഫിറ്റ് ആണ്. പക്ഷേ അല്പം ഭാര നിയന്ത്രണം, ലോഡ് പെനാൽറ്റി ആവശ്യമാണ്. ആ ചെറിയ ലോഡ് പെനാൽറ്റിയോട് കൂടി തന്നെ കഴിഞ്ഞ 18 വർഷം 2002 മുതൽ 2014 ഏപ്രിൽ 30 വരെ, അതിനുശേഷം റീകാർപ്പറ്റിംഗിന്റെ പേരിൽ കരിപ്പൂരിനെ അട്ടിമറിക്കാൻ വേണ്ടി വൈറ്റ് ബോഡി തടഞ്ഞു. അതിനുശേഷം MDF ഞങ്ങൾ ശക്തമായി ഇടപെട്ടു. ബഹുമാന്യനായ വി മുരളീധരൻ അന്ന് MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ മാന്യനായ ശക്തനായ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭു അദ്ദേഹത്തിന് എല്ലാ രേഖകളും സമർപ്പിച്ചു. അദ്ദേഹം 2018 ഓഗസ്റ്റ് 9 ഞങ്ങൾക്ക് അതിന്റെ അനുമതി പത്രം നൽകി. 2018 ഡിസംബർ 5 വൈറ്റ് ബോഡി റീഇൻസ്റ്റേറ്റ് ചെയ്തു. എത്ര സജീവമായി വർഷങ്ങളോളം, ഏതാണ്ട് 18 വർഷത്തോളം വൈറ്റ് ബോഡി വിമാനം, കോഡ് ഈ വിമാനം, വലിയ വിമാനം കരിപ്പൂരിൽ സർവീസ് നടത്തിയിട്ട് ഒരു ഇലക്കും മുള്ളിന് പോലും ഒന്നും സംഭവിക്കാതെ ഒരു പൈലറ്റിന്റെ കൈപ്പിഴവ് കൊണ്ട് ചെറിയ വിമാനം തകർന്നപ്പോൾ എന്തിന് വൈറ്റ് ബോഡി നിർത്തി? ആർക്ക് വേണ്ടി നിർത്തി? ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ ഇടപെടൽ, കണ്ണൂരിനെ സംരക്ഷിക്കാൻ വേണ്ട ചില ഇടപെടൽ, കരിപ്പൂരിൽ വൈറ്റ് ബോഡി നിർത്തുമ്പോൾ നെടുമ്പാശ്ശേരിക്ക് കിട്ടുന്ന 35% അധിക ലാഭവിഹിതം, അതിനുവേണ്ടിയുള്ള കറുത്ത കരങ്ങളുടെ ഇടപെടൽ, കരിപ്പൂരിനെ തകർക്കാൻ കച്ചകെട്ടിറങ്ങിയ ചില രാക്ഷസന്മാരുടെ ഇടപെടലാണ് ഇന്നത്തെ പ്രതിസന്ധി. ആ പോയിന്റ് വ്യക്തമാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ ഖാദർകുട്ടി, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ പുറത്ത് ആവശ്യത്തിന് നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒപ്പം കേന്ദ്രം ഇതിനകത്തൊരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഇത്രയധികം പരാതികൾ ഉണ്ടായിട്ടും നടപടികളിലേക്ക് കടക്കുകയോ ഇടപെടലിലേക്ക് കടക്കുകയോ ചെയ്യുന്നില്ല എന്നുകൂടി കരുതുന്നുണ്ടോ? വളരെ സ്പെസിഫിക് ആയി നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ വിഷയം മാറ്റിവെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, കിയാലും അതുപോലെ സിയാലും അതിന് ആ 2 എയർപോർട്ടുകളിൽ ഇപ്പൊ കണ്ണൂർ എയർപോർട്ടിൽ ഇന്ധന സെസ് ഏർപ്പെടുത്താതിരുന്ന കേരള സർക്കാർ പൊതുമേഖലയിലുള്ള കരിപ്പൂരിൽ ഏതാണ്ട് 25% സെസ് ഏർപ്പെടുത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് കേരള നിയമസഭയിൽ
മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ സാഹിബ് MLA അതുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിച്ചതും ആ സെസ് പിൻവലിച്ചതും ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഈ വിഷയം ഉണ്ടായപ്പോഴും ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോഴും വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അബ്ദുൽ സമദ് സമദാനി സാഹിബ് കേന്ദ്രത്തിലെ മന്ത്രിമാരെ, സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ഹജ്ജിന്റെ ചുമതലയുള്ള മന്ത്രിമാരെ, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെര്യപ്പെടുത്തുകയും അതുമായുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കോക്കസുകൾ, ചില പ്രത്യേകമായ താല്പര്യത്തോടുകൂടി പൊതുമേഖലയിലുള്ള ഈ സ്ഥാപനത്തിന് കാലിക്കറ്റ് എയർപോർട്ടിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളവും കേന്ദ്രവുമായാലും ഏത് ഗവൺമെന്റ് ആയിരുന്നാലും സപ്പോർട്ട് ചെയ്യേണ്ടത് പൊതുമേഖലയിലുള്ള സ്ഥാപനത്തെയാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഖേദകരമെന്ന് പറയട്ടെ, കാലിക്കറ്റ് എയർപോർട്ടിന് പകരം ഇത്തരം ഇവര് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായ താല്പര്യം എടുക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഏതാണ്ട് 86,000 രൂപയാണ് കൊച്ചിയിൽ നിന്ന്, അതുപോലെ തന്നെ 89,000 രൂപ കണ്ണൂരിൽ നിന്ന്. പക്ഷേ കാലിക്കറ്റിൽ നിന്ന് ഇതേ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ഇതേ യാത്രക്കാർക്ക് നൽകേണ്ടി വരുന്നത് 1,65,000 രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരട്ടിയോളം സംഖ്യ നൽകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ന്യൂനപക്ഷം തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് മലബാർ. ആ മലബാറിന്റെ ആസ്ഥാനത്തുള്ള ഒരു വിമാനത്താവളം, ആ വിമാനത്താവളത്തിൽ നിന്ന് എല്ലാ സംവിധാനങ്ങളുമുള്ള വിമാനത്താവളം, ഇവിടെ മറ്റു എയർപോർട്ടുകളെ ആശ്രയിക്കുകയാണ് ഹജ്ജ് യാത്രികരെങ്കിൽ അവരൊരു പക്ഷേ ഏതെങ്കിലും കോളേജിൽ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ചേരേണ്ടി വരും. പക്ഷെ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയമില്ല. എല്ലാം കൊണ്ടും ഏത് രീതിയിലും ഫിറ്റായിട്ടുള്ള ഒരു എയർപോർട്ട്, ആ എയർപോർട്ടിന്റെ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഗവൺമെന്റുകൾ താല്പര്യം വെക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നേരത്തെ നമ്മൾ ഹജ്ജിന്റെ സബ്സിഡി നിർത്തിയ സമയത്ത് യഥാർത്ഥത്തിൽ ഹജ്ജ് സബ്സിഡി ഉണ്ടായിരുന്ന കാലത്ത് ഈ യാത്രക്കാരായ ഹാജിമാർ അനുഭവിച്ച ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന മൊണോപ്പൊളിയാണ്. എയർ ഇന്ത്യക്ക് മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട സർവീസ് നടത്താനുള്ള അധികാരമുണ്ടായിരുന്നത്. ഒരു യാത്രക്കാരന് അല്ലെങ്കിൽ ഒരു ഹജ്ജാജിക്ക്, ഒരു തീർത്ഥാടകന് ഡയറക്റ്റ് അതിന്റെ ഗുണം ലഭിക്കുന്നതിന് പകരം ഈ വിമാന കമ്പനിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നൽകുന്ന ആനുകൂല്യം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മാറ്റം വന്നപ്പോഴും കരിപ്പൂരിന്റെ വിഷയത്തിൽ വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയുന്ന ഒരു തീർച്ചയായിട്ടും ഒന്നും രണ്ടും പരാതികളല്ല. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തുന്നു എന്നുള്ള ആരോപണം പോലും ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രതിഷേധം കനക്കുന്നു. ആഗോള റീടെൻഡർ വിളിക്കണം എന്നുള്ള ആവശ്യവും ഒരു വശത്ത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. കരിപ്പൂരിലെ ഹജ്ജ് വിമാനയാത്രാ നിരക്ക് ഹജ്ജ് തീർത്ഥാടനത്തെ തന്നെ, മലബാറിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനത്തെ തന്നെ അതിദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ടുകൂടിയാണ് വിഷയം ചർച്ചയ്ക്കെടുത്തത്. വളരെയധികം നന്ദി ശ്രീ KM ബഷീർ. ഒപ്പം കാദർകുട്ടി നടുവണ്ണൂർ നമുക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.